ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ ഗണിതത്തിലെ 6ാമത്തെ പാഠമാണ്. കുറയുന്ന കൂട്ടം എന്നാണ് ഈ പാഠത്തിൻ്റെ പേര്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് അടക്കാം. അബാക്കസ്. മക്കൾ അബാക്കസ് കണ്ടിട്ടുണ്ടോ? നമ്മൾ സംഖ്യകൾ മുത്തുകളായിട്ട് ഇട്ട് കളിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്, ഒരു മാത്തമാറ്റിക് ഇൻസ്ട്രുമെൻ്റ് ആണ് അല്ലേ അബാക്കസ്. സംഖ്യകളെ പ്രതിനിധീകരിക്കാൻ വേണ്ടിയിട്ട്, സംഖ്യകൾ വായിക്കുന്നത് എങ്ങനെയെന്നൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്, മാത്തമാറ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ് അബാക്കസ്. അബാക്കസ് ഉണ്ടാക്കി കളിക്കുകയാണ് കിച്ചുവും കൂട്ടുകാരും. ഇതാണ് എൻ്റെ അബാക്കസ്. ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയാണല്ലോ. നോക്കൂ, ഇതിൽ ആദ്യത്തെ സ്ഥാനം 1-ൻ്റെ, പിന്നെ 10, പിന്നെ 100. ഇനി കുറച്ചുകൂടെ വലിയ അബാക്കസ് ആണെങ്കിൽ 1000-ൻ്റെ, 10,000-ൻ്റെ അങ്ങനെയൊക്കെ സ്ഥാനങ്ങൾ ഇങ്ങനെ പോകും. അപ്പോൾ അബാക്കസിൽ എത്ര മുത്തുകൾ ഓരോ സ്ഥാനത്തിട്ടോ അതിനനുസരിച്ചാണ് സംഖ്യ വായിക്കുക. ഇവിടെ നോക്കൂ, ഇവിടെ 1-ൻ്റെയും 10-ൻ്റെയും 100-ൻ്റെയും സ്ഥാനത്തുള്ള കമ്പുകളിൽ 9 മുത്തുകൾ വീതമുണ്ട്. അപ്പോൾ സംഖ്യ 999 എങ്ങനെയാണ് വായിക്കുക? 999. അത് തന്നെയാണ് ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ അല്ലേ. അബാക്കസിലെ സംഖ്യ എന്താണ്? നമ്മൾ പറഞ്ഞു 999. ഈ സംഖ്യയിൽ നിന്നും എത്ര കുറച്ചാൽ ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ കിട്ടും? ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ എന്ന് പറയുന്നത് നമുക്കറിയാം 100 അല്ലേ. ആദ്യത്തെ മൂന്നക്ക സംഖ്യ 100. അപ്പോൾ അതാണ് ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ. അപ്പോൾ 999-ൽ നിന്ന് എത്ര കുറച്ചാലാണ് 100 കിട്ടുക? 999-ൽ നിന്ന് 899 കുറയ്ക്കുമ്പോഴാണ് നമുക്ക് 100 ഉത്തരമായി വരുന്നത്. കുറച്ച് കിട്ടിയ സംഖ്യ അബാക്കസിൽ വരയ്ക്കൂ. നമുക്ക് കിട്ടിയ ഉത്തരം 100 എന്നായിരുന്നു. 100 എങ്ങനെ അബാക്കസിൽ വരയ്ക്കാം? 100-ൻ്റെ സ്ഥാനത്ത് ഒരു മുത്ത് വരച്ചു കൊടുത്താൽ മതി. 10-ൻ്റെയും 1-ൻ്റെയും സ്ഥാനത്ത് 0. ഇങ്ങനെയാണ് 100 വരയ്ക്കുക. പൂരിപ്പിക്കൂ. 99 കുറയ്ക്കണം 10. 99-ൽ നിന്ന് 10 കുറച്ചാൽ 89. 999 കുറയ്ക്കണം 100, 899. 9999 കുറയ്ക്കണം 1000, 8999. കുറച്ചു നോക്കാം. ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയിൽ നിന്ന് ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ കുറച്ചാൽ എത്ര കിട്ടും? ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ 999 ആണ്. ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ 99 ആണ്. അപ്പോൾ 999 കുറയ്ക്കണം 99 ചെയ്ത് നോക്കാം. 9-ൽ നിന്ന് 9 പോയാൽ 0, 9-ൽ നിന്ന് 9 പോയാൽ 0, പിന്നെ 9. അപ്പോൾ 900 ഉത്തരം. 340-ൽ നിന്നും 120 കുറച്ചാൽ എത്രയാകും? അത് പലതരത്തിൽ നമുക്കിവിടെ എഴുതിയിട്ടുണ്ട്. നോക്കൂ, കിച്ചുവിൻ്റെ ഉത്തരം നോക്കൂ. 340 എന്ന് പറഞ്ഞാൽ 34 10 അല്ലേ. 34 തവണ 10 കൂട്ടിയാൽ നമുക്ക് 340 കിട്ടും. 120 എന്ന് വെച്ചാൽ 12 10. അപ്പോൾ 34 10-ൽ നിന്ന് 12 10 കുറച്ചാൽ മതി. 34 10 കുറയ്ക്കണം 12 10. എത്രയാണ്? 4-ൽ നിന്ന് 2 കുറച്ചാൽ 2, 3-ൽ നിന്ന് 1 കുറച്ചാൽ 2. അപ്പോൾ 22 10. 22 10 എന്ന് പറഞ്ഞാൽ 22 തവണ 10 എഴുതി കൂട്ടുക, അല്ലെങ്കിൽ 22 ഗുണിക്കണം 10 ചെയ്യുക. 22-ന് ശേഷം ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. 220 ആണ്. 340-ൽ നിന്നും 160 കുറയ്ക്കാമെങ്കിലോ? ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് 340-ൽ നിന്ന് ഇതുപോലെ കുറച്ചാൽ 340 എന്ന് പറഞ്ഞാൽ 34 10, 160 എന്ന് പറയുമ്പോൾ 16 10. അപ്പോൾ 34 10 കുറയ്ക്കണം 16 10. ഉത്തരം 18 10 വരിക. അപ്പോൾ 18 10 എന്ന് പറഞ്ഞാൽ 180 ഉത്തരം വരിക. 16 10-നോട് എത്ര 10 കൂട്ടിയാൽ 34 കിട്ടുമെന്ന് കണക്കാക്കിയാലും മതി. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അടുത്തതായി 346-ൽ നിന്നും 162 കുറച്ചാലോ? അത് പല രീതിക്ക് നമുക്ക് ചെയ്തു തരുന്നുണ്ട്. ഒന്നാമത്തെ രീതി നോക്കൂ. 162-നോട് എത്ര കൂട്ടിയാൽ 346 കിട്ടുമെന്ന് കണക്കാക്കിയാൽ മതി. 162-നോട് 8 കൂട്ടിയാൽ 170, 170-നോട് 30 കൂട്ടിയാൽ 200, 200-നോട് 146 കൂട്ടിയാൽ 346. അപ്പോൾ ഈ കൂട്ടിയ ഈ സംഖ്യകളൊക്കെ, അതായത് 8 കൂട്ടണം 30 കൂട്ടണം 146 കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരും? 184 വരും അല്ലേ. 146 കൂട്ടണം 30 കൂട്ടണം 8. 146-നെ 140 കൂട്ടണം 6 എന്നെഴുതി. പിന്നെ 30 കൂട്ടണം 8. 140 കൂട്ടണം 30 170 ആണ്. 6 കൂട്ടണം 8 14 ആണ്. 14-നെ 170 കൂട്ടണം 14 ചെയ്യുക. അപ്പോൾ 184 എന്ന് ഉത്തരം വരും. ഇനി രണ്ടാമത്തെ രീതി നമുക്ക് നോക്കാം. രണ്ടാമത്തെ രീതി എങ്ങനെയാണ്? 346-നെ 300 കൂട്ടണം 40 കൂട്ടണം 6 എന്നെഴുതി. 162-നെ 100 കൂട്ടണം 60 കൂട്ടണം 2 എന്നെഴുതി.
ഇവിടെ നമുക്ക് 300-ൽ നിന്ന് 100 കുറയ്ക്കാനായിട്ട് പറ്റും, പക്ഷെ 40-ൽ നിന്ന് 60 കുറയ്ക്കാനായിട്ട് സാധിക്കില്ല അല്ലേ. അതുകൊണ്ട് ഈ 300-ലെ ഒരു 100 എടുത്ത് നമ്മൾ 40-ലേക്ക് കൊടുക്കുന്നു. അപ്പോൾ 40 ഉള്ളത് എന്തായി? 140 300 100 കുറഞ്ഞ് 200 അപ്പോൾ നമുക്കതിനെങ്ങനെ മാറ്റി എഴുതാം? 200 കൂട്ടണം 140 കൂട്ടണം 6 എന്ന് മാറ്റി എഴുതാം. 162-ന് അതുപോലെ തന്നെ 100 കൂട്ടണം 60 കൂട്ടണം 2. ഇനി ഓരോന്നോരോന്നായിട്ട് കുറയ്ക്കാം. 200-ൽ നിന്ന് 100 കുറച്ചാൽ 100, 140-ൽ നിന്ന് 60 കുറച്ചാൽ 80, 6-ൽ നിന്ന് 2 കുറച്ചാൽ 4, 100 കൂട്ടണം 80 കൂട്ടണം 4, 184. കിച്ചു അബാക്കസിൽ ഉണ്ടാക്കിയ സംഖ്യ 876 ചിപ്പി ഉണ്ടാക്കിയത് 697 ചിപ്പിയുടെ സംഖ്യയേക്കാൾ എത്ര കൂടുതലാണ് കിച്ചുവിൻ്റെ സംഖ്യ? അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 876 കുറയ്ക്കണം 697 കാണണം. 876-നെ നമുക്ക് 800 കൂട്ടണം 70 കൂട്ടണം 6 എന്ന് എഴുതാം. 697-നെ 600 കൂട്ടണം 90 കൂട്ടണം 7 എന്ന് എഴുതാം. ഇവിടെ നമുക്ക് 800-ൽ നിന്ന് 600 കുറയ്ക്കാം, പക്ഷേ 700-ൽ നിന്ന് 70-ൽ നിന്ന് 90-ഉം 6-ൽ നിന്ന് 7-ഉം കുറയ്ക്കാനായിട്ട് പറ്റില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഓരോന്ന് വീതം കടം എടുത്തിട്ട് വേണം ഇത് കുറയ്ക്കാനായിട്ട്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? നിങ്ങൾ 1-ൻ്റെ സ്ഥാനം തൊട്ടാണ് കേട്ടോ നമ്മൾ കുറച്ച് വരേണ്ടത്. 100 തൊട്ട് കുറയ്ക്കരുത്, 1 തൊട്ടാണ് കുറച്ച് വരാൻ. അപ്പോൾ 6-ൽ നിന്ന് 7 കുറയ്ക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് അതിന് തൊട്ടപ്പുറത്ത് എന്താ ഉള്ളത്? 7 10 70 ഉള്ളത്. അപ്പോൾ 70-ൽ നിന്ന് ഒരു 10 നമ്മൾ 6-ലേക്ക് കൊടുക്കുന്നു. അപ്പോൾ 6 കൂട്ടണം 10 എന്തായി? 16. 16-ൽ നിന്ന് 7 കുറയ്ക്കുക. 16 കുറയ്ക്കണം 7 ചെയ്ത് നോക്കൂ. 9 വരും അല്ലേ. പിന്നെ ബാക്കിയുള്ളത് എത്രയാണ്? ഇവിടെ 70 മാറി 60 ആയിട്ടുണ്ട്. 60 കുറയ്ക്കണം 90, അതും നമുക്ക് പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? തൊട്ടപ്പുറത്തുള്ള 800-ൽ നിന്ന് ഒരു 100 എടുത്ത് 60-ലേക്ക് കൊടുക്കുന്നു. അപ്പം 60 എന്തായി? 160. 160 കുറയ്ക്കണം 90 ചെയ്യുന്നു. ഉത്തരം 70. പിന്നെ ഉള്ളത് 800-ൻ്റെ അവിടെ എന്തായി? 700 മാറിയല്ലേ. അപ്പോൾ 700 കുറയ്ക്കണം 600 എത്രയാണ്? 100. അപ്പോൾ ഉത്തരം 100 കൂട്ടണം 70 കൂട്ടണം 9, 179 ഉത്തരം. അപ്പം ചിപ്പിയുടെ സംഖ്യയേക്കാൾ 179 കൂടുതലാണ് കിച്ചുവിൻ്റെ സംഖ്യ. അടുത്ത ചോദ്യം നോക്കൂ. നിങ്ങളുടെ കയ്യിൽ 13 മുത്തുകളുണ്ട്. അവ ഉപയോഗിച്ച് അബാക്കസിൽ ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ 3 അക്ക സംഖ്യയും ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യയും എഴുതുക. അവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം 2 അബാക്കസ് വരയ്ക്കാം. ഒരു അബാക്കസിലെ ഏറ്റവും വലിയ സംഖ്യ വരയ്ക്കാനും മറ്റതിലെ ഏറ്റവും ചെറിയ സംഖ്യ വരയ്ക്കാനും. നമ്മുടെ കയ്യിൽ ആകെ 13 മുത്തുകളാണല്ലേ ഉള്ളത്. അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ സംഖ്യ ആദ്യം വരയ്ക്കാം. അങ്ങനെ ഏറ്റവും വലിയ സംഖ്യ വരയ്ക്കണമെങ്കിൽ നമുക്കറിയാം 100-ൻ്റെ സ്ഥാനത്ത് മാക്സിമം എത്ര മുത്തുകൾ പോവും? പരമാവധി 9 മുത്തുകളെ പോവുള്ളൂ അല്ലേ. പിന്നെ 10 മുത്തുകൾ പോവില്ല. 10 ആവുമ്പോൾ പിന്നെ 1000 ആവും. അപ്പോൾ നമ്മൾ 1000-ൻ്റെ ബീഡ്സ് വരയ്ക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് 9 മുത്തുകൾ, മാക്സിമം നമുക്കുള്ള 9 മുത്തുകൾ വരയ്ക്കാം. അപ്പോൾ 900 സംതിങ് ആണ് വരിക സംഖ്യ. പിന്നെ നമുക്ക് ബാക്കി എത്ര മുത്തുകളുണ്ട്? 13-ൽ നിന്ന് 9 പോയ ബാക്കി 4 മുത്തുകളുണ്ട്. ആ 4 മുത്തുകൾ നമുക്ക് ഇവിടെ 10-ൻ്റെ സ്ഥാനത്ത് വരച്ചു കൊടുക്കാം. 1-ൻ്റെ സ്ഥാനത്ത് ഒന്നും വരയ്ക്കേണ്ട. അപ്പോൾ എത്രയായി? 940 സംഖ്യ. ഇനിയുള്ളത് ഏറ്റവും ചെറിയ സംഖ്യയാണ് വരയ്ക്കേണ്ടത്. ഏറ്റവും ചെറിയ സംഖ്യ വരയ്ക്കണമെങ്കിൽ നമുക്ക് 100-ൻ്റെ സ്ഥാനത്ത് ഒരു മുത്ത് ഇടാൻ പറ്റുള്ളൂ അല്ലേ. 100 സംതിങ് വേണം ആ സംഖ്യ വരാൻ. കാരണം ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ വരുന്നത് 100 അപ്പോൾ 100 സംതിങ് അല്ലേ വരേണ്ടത്. 2 മുത്തുകളൊക്കെ ഇട്ട പിന്നെ 200 ആവും. അപ്പോൾ പിന്നെ 100 തൊട്ട് നമുക്ക് തുടങ്ങാം. 1 വരയ്ക്കാം. പിന്നെ നമുക്ക് 10-ൻ്റെ സ്ഥാനത്ത് വരയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് 1-ൻ്റെ സ്ഥാനത്ത് നമുക്ക് മാക്സിമം 9 മുത്തുകളല്ലേ വരയ്ക്കാനായിട്ട് പറ്റുള്ളൂ. 10-ൻ്റെ സ്ഥാനത്ത് എന്തുകൊണ്ടാണ് വരയ്ക്കാത്തത്? 10-ൻ്റെ സ്ഥാനത്ത് നമ്മൾ 9 എണ്ണം വരച്ചു കൊടുത്താൽ പിന്നെ 1-ൻ്റെ സ്ഥാനത്ത് നമ്മൾ വരയ്ക്കേണ്ടി വരും അല്ലേ. അപ്പോൾ നമുക്ക് 190 സംതിങ് വരും. പക്ഷേ അതിനെ തന്നെ നമ്മൾ ഒരു മുത്തെടുത്ത് 1-ൻ്റെ സ്ഥാനത്ത് വെച്ചാൽ നമുക്കതെന്തായി? 180 സംതിങ് ആവും. അപ്പോൾ ഈ 190 എന്നതിനേക്കാട്ടിലും കുറവ് 180 ആയിട്ട് വരും അല്ലേ. അതുകൊണ്ട് ആ ഒരു ഇത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ബാക്കിയുള്ള 9 മുത്തുകൾ നമുക്ക് 1-ൻ്റെ സ്ഥാനത്ത് വരച്ചു കൊടുക്കാം. അപ്പോൾ 100-ൻ്റെ സ്ഥാനത്ത് 1, 1-ൻ്റെ സ്ഥാനത്ത് 9 മുത്തുകളും ആയി. അപ്പോൾ എത്രയായി ടോട്ടൽ? 1 കൂട്ടണം 9 10 മുത്തുകളായി. ബാക്കി എത്ര മുത്തുകളുണ്ട്? 3 മുത്തുകളുണ്ട്. ഈ 3 മുത്തുകൾ നമുക്ക് 10-ൻ്റെ സ്ഥാനത്തുള്ള കമ്പിൽ വരച്ചു കൊടുക്കാം. അപ്പോൾ 139. ഏറ്റവും വലിയ സംഖ്യ 940, ഏറ്റവും ചെറിയ സംഖ്യ 139. ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസം കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് 940 കുറയ്ക്കണം 139 കാണാനായിട്ട് പറഞ്ഞിട്ടുണ്ട്.
അതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം 940 900 900 കൂട്ടണം 40 എന്ന് എഴുതാം. 139 100 കൂട്ടണം 30 കൂട്ടണം 9 എന്ന് എഴുതാം. ഇവിടെ നമുക്ക് 0-ൽ നിന്ന് 9 കുറയ്ക്കാനായിട്ട് പറ്റില്ല അല്ലേ? 0 ഒന്നുകളാണുള്ളത്, 9 ഒന്നുകളാണ് മറ്റിടത്തുള്ളത്. അപ്പോൾ 0-ൽ നിന്ന് 9 കുറയ്ക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 40-ൽ നിന്ന് ഒരു 10 എടുത്ത് നമുക്ക് 0-ലേക്ക് കൊടുക്കാം. 940 0-ലേക്ക് കൊടുക്കാം. അപ്പോൾ അവിടെ 10 ആയി. 10 കുറയ്ക്കണം 9 എത്രയാണ്? 1 അല്ലേ? പിന്നെ 40 ഉള്ളത് എന്തായി മക്കളെ? അപ്പോൾ അവിടെ 30-ആയി. 30-ൽ നിന്ന് 30 കുറച്ചാൽ 0. അപ്പോൾ 9 0. പിന്നെ 900. 900-ൽ നിന്ന് 100 കുറച്ചാൽ 800. അപ്പോൾ ആകെ 800 കൂട്ടണം 0 കൂട്ടണം 1 801 ആണ് ഈ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം. ശരിയായ ഉത്തരം ഏതാണ്? 761 കുറയ്ക്കണം 380 ഏതൊക്കെ സംഖ്യകൾക്കിടയിലാണ്? നമുക്ക് കുറച്ച് ഓപ്ഷൻസ് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻസ് നോക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് 761 കുറയ്ക്കണം 380 ഉത്തരം എന്താണെന്ന് കണ്ടുപിടിക്കാം. അതിന് 761 ആദ്യം നമുക്ക് 700 കൂട്ടണം 60 കൂട്ടണം 1 എന്ന് എഴുതാം. 380 300 കൂട്ടണം 80 എന്ന് എഴുതാം അല്ലേ? ഇവിടെ 1-ൽ നിന്ന് 0 കുറച്ചാൽ 1 ആണ്. 6-ൽ നിന്ന് നമുക്ക് 8 കുറയ്ക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് 700-ലെ ഒരു 100 എടുത്ത് നമ്മൾ 6-ന് കൊടുക്കുന്നു. അപ്പോൾ 160 കുറയ്ക്കണം 80 ചെയ്യാം. 160-ൽ നിന്ന് 80 കുറയ്ക്കുമ്പോൾ ഉത്തരം 80 ആണ്. പിന്നെ 600 കുറയ്ക്കണം 300 ഉത്തരം. അപ്പോൾ 300 കൂട്ടണം 80 കൂട്ടണം 1 = 381 ഉത്തരം. ഇതിൽ ഇനി തന്നിട്ടുള്ള ഓപ്ഷൻസ് നോക്കൂ. 400-നും 500-നും ഇടയിലാണ്, 400-നും 420-നും ഇടയിലാണ്, 350-നും 400-നും ഇടയിലാണ്, 350-നും 380-നും ഇടയിലാണ്. ഇതിൽ മൂന്നാമത്തേതാണ് ശരിയായിട്ടുള്ള ഉത്തരം. 380-നും 400-നും ഇടയിലാണ് 381 എന്ന സംഖ്യ വരുന്നത്. കുറച്ചു നോക്കാം. 8 കുറയ്ക്കണം 1 7 ആണ്. 88 കുറയ്ക്കണം 11 77 ആണ്. 888 കുറയ്ക്കണം 111 777 ആണ്. 8888 കുറയ്ക്കണം 1111 7777 ആണ്. കണ്ടുപിടിക്കാം, സമ്മാനം നേടാം. ഇന്നത്തെ കളിയിൽ കിച്ചുവിനും കൂട്ടുകാർക്കുമൊപ്പം കിച്ചുവിൻ്റെ ചേച്ചി അമ്മുവും കൂടി. എല്ലാവർക്കും ഞാൻ സമ്മാനം തരാം. സമ്മാനം എങ്ങനെ കിട്ടും? സമ്മാനം കിട്ടാനുള്ള വഴി ആൽമര ചുവട്ടിലുണ്ട്. എന്താണ് ആൽമര ചുവട്ടിലുള്ള പേപ്പറിൽ എഴുതിയിട്ടിട്ടുള്ളത്? ആ കടലാസിൽ എഴുതിയതാണ് 3542 എത്ര കൂട്ടിയാൽ 3798 കിട്ടും. അപ്പം ഇത് കാണാനായിട്ട് 3798-ൽ നിന്ന് 3542 കുറച്ച് നോക്കിയാൽ മതി. അങ്ങനെ രണ്ട് രീതിക്ക് നമുക്ക് തന്നിട്ടുണ്ട്. ആദ്യത്തേത് 3542-ലേക്ക് ഓരോ സംഖ്യകൾ കൂട്ടി 3798 ആവുന്നത് വരെയാണ്. അപ്പോൾ 3542-ലേക്ക് 8 കൂട്ടിയാൽ 3550 ആയി. 3550-ലേക്ക് 50 കൂട്ടിയാൽ 3600 ആയി. 3600-ലേക്ക് 100 കൂട്ടിയാൽ 3700 ആയി. 3700-ലേക്ക് ഒരു 98 കൂടെ കൂട്ടിയാൽ 3798 ആയി. നമ്മൾ കൂട്ടിയ ഈ സംഖ്യകൾ, ഈ 4 സംഖ്യകളും കൂടെ കൂട്ടുക. 8 കൂട്ടണം 50 കൂട്ടണം 100 കൂട്ടണം 98. 100 കൂട്ടണം 98 കൂട്ടണം 58 എന്ന് എഴുതാം. അതായത് 8 കൂട്ടണം 50 58. പിന്നെ നമുക്ക് 100 കൂട്ടണം 98-നെ 58-ലെ 2 കൂടെ കൂട്ടിയിട്ട് 100 ആക്കാം. 56. അപ്പം 100 കൂട്ടണം 100 200. 200 കൂട്ടണം 56 256. ഇതൊരു രീതിക്ക് കുറയ്ക്കുന്നത് ഇവിടെ ഉണ്ട്. 3798-ൽ നിന്ന് 3542 കുറയ്ക്കുന്നു. 8-ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ 6. 9-ൽ നിന്ന് 4 കുറയ്ക്കുമ്പോൾ 5. 7-ൽ നിന്ന് 5 കുറച്ചാൽ 2. 3-ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ 0. അപ്പോഴും 256 ആണ്. സമ്മാനം കിട്ടാനുള്ള അടുത്ത സൂചന വീടിൻ്റെ മുറ്റത്തുണ്ട്. എന്താണ് ആ സൂചന? 5849-ഉം 2617-ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? അത് കാണാൻ 5849-ൽ നിന്ന് 2617 കുറച്ച് നോക്കണം അല്ലേ? 9-ൽ നിന്ന് 7 കുറച്ചാൽ 2. 4-ൽ നിന്ന് 1 കുറച്ചാൽ 3. 8-ൽ നിന്ന് 6 കുറച്ചാൽ 2. 5-ൽ നിന്ന് 2 കുറച്ചാൽ 3. 3232 സംഖ്യ. കിട്ടിയ സംഖ്യ ഉത്തരമായി വരുന്ന ചോദ്യം എഴുതുന്നവർക്ക് സമ്മാനം കിട്ടും. നമുക്ക് കിട്ടിയ സംഖ്യ 3232 ആയിരുന്നു. ആ സംഖ്യ ഉത്തരമായി വരുന്ന രീതിക്ക് വേണം ചോദ്യങ്ങൾ എഴുതാൻ. അപ്പം ആദ്യം ഞാൻ എഴുതിയത് എന്നുള്ള ഇവിടെ എന്തെഴുതാം? -1000 -100 -10 -1. 3232-ൽ 3000-ഉം 2 100-ഉം 3 10-ഉം 2 1-കളുമാണ് ഉള്ളത്. ഇവ ചേരുന്ന സംഖ്യ 3232 ആണ്. ഡാഷ് ഡാഷ് എന്നിവ കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ്. 3232-നെ ഏതെങ്കിലും 2 രീതിക്ക് കൂട്ടി എഴുതാം. 3200-ഉം 32-ഉം 3200 32 എന്നിവ കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ്.
ഇനി കൂടുതൽ ചോദ്യങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. 3000ലേക്ക് 232 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ ഏത്? 3230ലേക്ക് 2 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ ഏത്? 3231നും 3233നും ഇടയിലുള്ള സംഖ്യ ഏത്? ഇങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം. സമ്മാനം 2837ൻ്റെയും 524ൻ്റെയും വ്യത്യാസം എത്രയാണ്? 2837 കുറക്കണം 524 ചെയ്താൽ മതി അല്ലേ? 7ൽ നിന്ന് 4 പോയാൽ 3, 3ൽ നിന്ന് 2 പോയാൽ 1, 8ൽ നിന്ന് 5 പോയാൽ 3, പിന്നെ 2. അപ്പോൾ 2313 ഉത്തരം വരുന്നത്. എല്ലാവർക്കും അബാക്കസ് സമ്മാനം. വ്യത്യാസം നമുക്ക് അബാക്കസിൽ കാണിച്ചാലോ? 2313 നമ്മൾ പറഞ്ഞത്. അപ്പോൾ 1000ൻ്റെ സ്ഥാനത്ത് 2 മുത്തുകൾ, 100ൻ്റെ സ്ഥാനത്ത് 3 മുത്തുകൾ, 10ൻ്റെ സ്ഥാനത്ത് 1 മുത്ത്, 1ൻ്റെ സ്ഥാനത്ത് 3 മുത്തുകൾ. ഇങ്ങനെയാണ് അബാക്കസിൽ വരയ്ക്കേണ്ടത്. കണക്കുപെട്ടി. കണക്കുപെട്ടിയിലെ സമചതുര കൂട്ടങ്ങളുമായി കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ കിച്ചു ആൽമരച്ചുവട്ടിലെത്തി. ചിത്രം നോക്കൂ. കണ്ടോ മക്കളെ? ഇതിൽ ആദ്യത്തെ ഈ 2 ചിത്രങ്ങൾ കണ്ടോ? ഈ കട്ടകൾ അടുക്കി വെച്ചിരിക്കുന്നത്. ഇത് 1000ആണ്. അതായത് ഇങ്ങനെയുള്ള ഒരു കട്ട എന്ന് പറയുന്നത്, ഒരു വലിയ ബ്ലോക്ക് എന്ന് പറയുന്നതിൽ 100 ആയിരിക്കും ഉള്ളത്. പിന്നെ അപ്പോൾ അങ്ങനെയുള്ള 10 ബ്ലോക്കുകൾ അടുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് 1000ആണ്. പിന്നെയുള്ളത് 100കളാണ്. പിന്നെ അതായത് 3 100കളുണ്ട്. പിന്നെ ഇങ്ങനെ താഴേക്ക് ഒരു നിര മാത്രമുള്ളത് 10കളാണ്. പിന്നെ ഒറ്റയ്ക്കുള്ളത് 1കൾ. ചോദ്യങ്ങൾ നോക്കൂ. ഇതിൽ എത്ര 1000 ഉണ്ട്? 2 1000ആണുള്ളത്. എത്ര 100 ഉണ്ട്? 3 100കൾ. എത്ര 1 ഉണ്ട്? എത്ര 10 ഉണ്ട്? 4 10കൾ. എത്ര 1 ഉണ്ട്? 3 1കൾ. സംഖ്യ എന്താണ്? 2000ഉം 3 100ഉം 4 10ഉം 3 1ഉം ചേർന്നാൽ സംഖ്യ 2343 പസിൽ കോർണർ. ഞാൻ 5000നും 8000നും ഇടയിലാണ്. ഇരട്ട സംഖ്യയാണ്. തുടർച്ചയായ 4 അക്കങ്ങളാണ്. ഞാൻ ആര്? 5000നും 8000നും ഇടയിലായതുകൊണ്ട് തന്നെ സംഖ്യകൾ വരുന്നത് ഒന്നുകിൽ 5000, അല്ലെങ്കിൽ 6000, അല്ലെങ്കിൽ 7000. ഇങ്ങനെ 3 രീതിക്കായിരിക്കും വരുന്നത്. പിന്നെ പറഞ്ഞിട്ടുണ്ട് ഇരട്ട സംഖ്യയാണ്. അതുപോലെ തുടർച്ചയായ എണ്ണൽ സംഖ്യകളാണ്, 4 അക്കങ്ങളാണ്. അപ്പോൾ വരാൻ സാധ്യതയുള്ള സംഖ്യകൾ ഒന്നുകിൽ 5000 തൊട്ട് തുടങ്ങുകയാണെങ്കിൽ 5 6 7 8, അതായത് 5678, അല്ലെങ്കിൽ 6 7 8 9 6789, അതല്ലെങ്കിൽ 7 8 9, പിന്നെ 10 വരില്ല അല്ലേ? കാരണം അപ്പോൾ 5 അക്ക സംഖ്യയാവും. അപ്പോൾ ഈ 2 സംഖ്യകളാണ് വരാൻ സാധ്യതയുള്ളത്. ഇതിൽ തന്നെ ഇരട്ട സംഖ്യ വരുന്നത് ഏതാണ്? 5678 അപ്പോൾ ഉത്തരം 5678. നിറം നൽകൂ. നിങ്ങളും 1251 സമചതുരങ്ങൾക്ക് നിറം കൊടുക്കൂ. എങ്ങനെയാ മക്കളെ? 1251 സമചതുരങ്ങൾക്ക് നിറം കൊടുക്കണം. അപ്പം നോക്കൂ, മുകളിൽ നമുക്ക് 2 1000ങ്ങളുടെ കൂട്ടം തന്നിട്ടുണ്ട് അല്ലേ? ഒരു കൂട്ടം 1000ആണ്, മറ്റൊരു കൂട്ടം കൂടെ ആകുമ്പോൾ 1000. പിന്നെ 2 100ൻ്റെ കൂട്ടം തന്നിട്ടുണ്ട്. 10ൻ്റെ കൂട്ടം എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കൂ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 10ൻ്റെ കൂട്ടങ്ങളുണ്ട്. 1കൾ 3 എണ്ണവും ഉണ്ട്. ഇതിൽ നമുക്ക് ആവശ്യമുള്ളതിന് മാത്രം നിറം നൽകിയാൽ മതി. 1251ൽ 1000ഉം 2 100ഉം 5 10ഉം 1 1ഉമാണ് ഉള്ളത്. അപ്പം അത്രയും കള്ളികൾക്ക് അല്ലെങ്കിൽ അത്രയും കട്ടകൾക്ക് മാത്രം നിറം നൽകിയാൽ മതി. 1 1000ന് നിറം നൽകാം, 2 100ന് നിറം നൽകാം, 5 10ന് നിറം നൽകാം, 1 1നും നിറം നൽകാം. നിറം കൊടുക്കാത്ത സമചതുരങ്ങളിൽ 1000ൻ്റെ എണ്ണം എത്രയാണ്? 2 1000ങ്ങളാകെ ഉണ്ടായിരുന്നു. അതിൽ 1ന് നിറം കൊടുത്തു. അപ്പോൾ ബാക്കി ഒരെണ്ണം നിറം കൊടുത്തിട്ടില്ല. 100ൻ്റെ എണ്ണം 0. 2 100ൻ്റെ കൂട്ടങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ എല്ലാത്തിനും നിറം കൊടുത്തു. അതുകൊണ്ട് 0. 10ൻ്റെ എണ്ണം. 10ൻ്റെ 14 കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ 5 എണ്ണത്തിന് നിറം കൊടുത്തു. അപ്പോൾ ഇനി ബാക്കി 14 കുറയ്ക്കണം 5 9. 1ൻ്റെ എണ്ണം. 3 1കളിൽ 1ന് മാത്രമാണ് നിറം നൽകിയത്. 2 എണ്ണം ബാക്കിയുണ്ട്. അപ്പോൾ സംഖ്യ ഏതാണ്? നമുക്ക് കിട്ടിയ സംഖ്യ ഏതാണ്? 1000ൻ്റെ 1 100 0 10 9 1 2 1092 സംഖ്യ. ഇവിടെ നമുക്ക് 2343 നിന്ന് 1251 കുറയ്ക്കുന്ന ഒരു ചെറിയ കണക്ക് തന്നിട്ടുണ്ട്. അതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം?
3ൽ നിന്ന് നമുക്ക് 1 കുറയ്ക്കാനായിട്ട് പറ്റും, അപ്പോൾ 2ആണ്. 4ൽ നിന്ന് 5 കുറയ്ക്കാനായിട്ട് പറ്റില്ല, അതുകൊണ്ട് 3ൽ നിന്ന് നമ്മൾ 1 ഇങ്ങോട്ട് കടമെടുത്തു, ഒരു 10. അപ്പോൾ 14ആയി. ഇവിടെ 4 14ആയി. 14ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ എത്രയാണ്? 9ആണ്. പിന്നെ 3 2 ആയിട്ടുണ്ട്. 2ൽ നിന്ന് 2 കുറച്ചാൽ 0, 2ൽ നിന്ന് 1 കുറച്ചാൽ 1. സംഖ്യ 1092ആണ്. കുറയ്ക്കാം. സമചതുര കൂട്ടങ്ങൾ ഉപയോഗിച്ച് 3625ൽ നിന്നും 1812 കുറയ്ക്കുക. വ്യത്യാസം കണക്കാക്കിയ രീതി നോട്ട് ബുക്കിൽ എഴുതൂ. മക്കൾക്കിത് വേണമെങ്കിൽ നോട്ട് ബുക്കിൽ കട്ടകളൊക്കെ വരച്ചിട്ട് ചെയ്യാം. ഞാനിവിടെ ഓരോ ചതുരക്കട്ടയിൽ 1000 ആണോ 100 ആണ് അങ്ങനെ എഴുതുകയാണ് കേട്ടോ ചെയ്യുന്നത്, വരയ്ക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. അപ്പം 3625ആണ് ഏറ്റവും വലിയ സംഖ്യ അല്ലേ. അപ്പം ആകെ കട്ടകൾ എത്രയുണ്ട്? 3 1000 ഉണ്ട്, 6 100 ഉണ്ട്, 2 10 ഉണ്ട്, 5 1 ഉണ്ട്. ഇനി ഇതിൽ നിന്ന് 1812 നമുക്ക് കുറയ്ക്കണം. അതായത് 1000ൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരു കട്ട മുഴുവനായിട്ടും പോയി. പിന്നെ 800 എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളുടെ 100ൻ്റെ കൂട്ടത്തിലുള്ളതിലേറെ ഉണ്ടല്ലേ. 600ആണ് 100ൻ്റെ കൂട്ടത്തിലുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 1000ൻ്റെ മറ്റേ കൂട്ടം ഉണ്ടല്ലോ, 1000ൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? അതിൽ നിന്നൊരു 800 ഒഴിവാക്കാം, ബാക്കി 200 ഉണ്ടായിരിക്കും. പിന്നെ 10ൻ്റെ കൂട്ടങ്ങളിൽ നിന്ന് 2 കൂട്ടങ്ങളിൽ നിന്ന് 1 കുറയ്ക്കാം, 5ൽ നിന്ന് 2 എണ്ണം കുറയ്ക്കാം, 1കളിൽ നിന്ന് 2 എണ്ണം കുറയ്ക്കാം. ബാക്കി എന്ത് വന്നു? 1000ഉം പിന്നെ ഈ 1000ൽ നിന്ന് 800 പോയതിൻ്റെ ബാക്കി 200 ഉണ്ടല്ലേ. 200ഉം 200ഉം പിന്നെ ബാക്കിയുള്ള 2 100കൾ, ബാക്കിയുള്ള 6 100കളുടെ കൂട്ടത്തിലെ 6 എണ്ണം. അപ്പോൾ ആകെ 800, 200ഉം 600ഉം 800. പിന്നെ 10കളിൽ ബാക്കി 1, 1കളിൽ ബാക്കി 3 എണ്ണം. അപ്പോൾ സംഖ്യ എന്താണ്? 1813ആണ്. വൈദ്യുതി ബില്ല്. ഇത്തവണ റീഡിംഗ് കൂടുതലാണ്, അപ്പോൾ തുകയും കൂടുമല്ലോ. ആവശ്യം കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ചെയ്യണം. കിച്ചുവിൻ്റെ വീട്ടിലെ ഈ മാസത്തെ വൈദ്യുതി റീഡിംഗ് 4526ആണ്. മുൻ റീഡിംഗ് 3845ആണ്. കിച്ചുവിൻ്റെ വീട്ടിലെ വൈദ്യുതി ഉപയോഗം കണക്കാക്കിയ രീതി നോക്കൂ. ഒന്നാമത്തെ രീതി 4526ൽ നിന്ന് 3845 കുറയ്ക്കുകയാണ് വേണ്ടത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ 3845ലേക്ക് എത്ര കൂട്ടിയാലാണ് 4526 ആവുക എന്ന് നോക്കണം അല്ലേ. 3845ലേക്ക് 5 കൂട്ടിയപ്പോൾ 3850, 3850ലേക്ക് 50 കൂട്ടിയപ്പോൾ 3900, 3900ലേക്ക് 100 കൂട്ടിയപ്പോൾ 4000, 4000ലേക്ക് 526 കൂട്ടിയപ്പോൾ 4526. അപ്പോൾ കൂട്ടിയ സംഖ്യകളൊക്കെ ഒരുമിച്ച് കൂട്ടുക. 5 കൂട്ടണം 50 കൂട്ടണം 100 കൂട്ടണം 526, ആകെ 681. രണ്ടാമത്തെ രീതി നോക്കൂ. 4526നെ 4000 കൂട്ടണം 500 കൂട്ടണം 20 കൂട്ടണം 6 എന്നെഴുതി. അതിൽ നിന്ന് 3845 കുറയ്ക്കണം. 3845നെ 3000 കൂട്ടണം 800 കൂട്ടണം 40 കൂട്ടണം 5 എന്നെഴുതി. രണ്ടും കൂടെ കുറയ്ക്കാം. അപ്പോൾ നമ്മൾ ഇതിനെന്ത് ചെയ്യണം? 4000ൽ നിന്ന് നമുക്ക് 3000 കുറയ്ക്കാം, 6ൽ നിന്ന് നമുക്ക് ആദ്യം 5 കുറയ്ക്കാനായിട്ട് പറ്റും, 1ആണ്. പിന്നെ 20ൽ നിന്ന് നമുക്ക് 40 കുറയ്ക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ 500ൽ നിന്ന് ഒരു 100 20ലേക്ക് കടമെടുത്തു. അപ്പോൾ 20 120ആയി. 120ൽ നിന്ന് 40 കുറച്ചാൽ 80ആണ്. അപ്പോൾ 400 ഉള്ളിടത്ത് എന്തായി? 500 ഉള്ളിടത്ത് എന്തായി? 400ആയി അല്ലേ. 400ൽ നിന്ന് നമുക്ക് 800 കുറയ്ക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ 3000ൽ നിന്ന് നമ്മൾ ഒരു 1000 400ലേക്ക് കടമെടുത്തു. അപ്പോൾ 1400ആയി. 1400ൽ നിന്ന് 800 കുറയ്ക്കുമ്പോൾ 600ആണ്. പിന്നെ 3000ൽ നിന്ന് 3000 കുറയ്ക്കുമ്പോൾ 0. 600 കൂട്ടണം 80 കൂട്ടണം 1, 681ആണ് ഉത്തരം. മറ്റൊരു രീതിക്ക് എഴുതിയത് നോക്കൂ. 4526ൽ നിന്ന് ആദ്യം 3000 കുറച്ചു, അപ്പോൾ 1526. പിന്നെ അതിൽ നിന്ന് 800 കുറച്ചു, അപ്പോൾ 726. പിന്നെ 726ൽ നിന്ന് 45 കുറച്ചു, അപ്പോൾ 681. ഇങ്ങനെ പല രീതിക്ക് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. മീറ്റർ റീഡിംഗ്. കിച്ചുവിൻ്റെ കൂട്ടുകാരുടെ വീടുകളിലെ മീറ്റർ റീഡിംഗ് ചുവടെ തന്നിരിക്കുന്നു. പട്ടിക പൂർത്തിയാക്കൂ. ഇവിടെ പേരും ഓരോ മാസത്തെ മീറ്റർ റീഡിംഗ്, അതായത് ഫെബ്രുവരി ഏപ്രിൽ എന്നീ 2 മാസങ്ങളിലെ മീറ്റർ റീഡിങ്ങും 2 മാസത്തെ വൈദ്യുതി ഉപയോഗം എത്രയാണ് എന്നുമാണ് കണക്കാക്കേണ്ടത്. അപ്പോൾ ചിപ്പിയുടെ വീട്ടിൽ നോക്കൂ. ആദ്യം 4215 ആയിരുന്നു ഫെബ്രുവരിയിൽ, ഏപ്രിലിൽ 4826. അപ്പോൾ 2 മാസത്തെ വൈദ്യുതി ഉപയോഗം എത്രയാണ്? 4826ൽ നിന്ന് 4215 കുറച്ച് നോക്കിയാൽ മതി. നമുക്ക് 6ൽ നിന്ന് 5 കുറച്ചാൽ 1, 2ൽ നിന്ന് 1 കുറച്ചാൽ 1, 8ൽ നിന്ന് 2 കുറച്ചാൽ 6, 4ൽ നിന്ന് 4 കുറച്ചാൽ 0. 611 2 മാസത്തെ വൈദ്യുതി ഉപയോഗം വരുന്നത്.
അടുത്തത് ജീനയാണ്. ജീനയുടെ ഏപ്രിൽ മാസത്തെ മീറ്ററിംഗ് റീഡിംഗ് 5278ആണ്. 2 മാസത്തെ വൈദ്യുതി ഉപയോഗം 400ആണ്. പക്ഷെ ഫെബ്രുവരി മാസത്തെ റീഡിംഗ് എന്താണെന്ന് തന്നിട്ടില്ല. അപ്പം അത് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ ഏപ്രിൽ മാസത്തെ റീഡിങ്ങിൽ നിന്ന് 2 മാസത്തെ വൈദ്യുതി ഉപയോഗം കുറച്ച് നോക്കിയാൽ മതി. അപ്പം നമുക്ക് അത് കിട്ടും. അതായത് 5278 നിന്ന് ഈ 400 കുറച്ച് വളരെ എളുപ്പമാണ് അല്ലേ? 8 നിന്ന് 0 കുറച്ചാൽ 8, 7 നിന്ന് 0 കുറച്ചാൽ 8, പിന്നെ 2 നിന്ന് 4 കുറയ്ക്കാനായിട്ട് പറ്റില്ല, കാരണം 2-നേക്കാട്ടിലും വലിയ സംഖ്യയാണ് 4. അതുകൊണ്ട് നമ്മൾ 5 നിന്ന് 1 4ലേക്ക് കടമെടുക്കുന്നു. 12 നിന്ന് 4 കുറച്ചാൽ എത്രയാവും? 8 ആവും. അപ്പോൾ ഈ 5 4 അപ്പോൾ 4878 ഫെബ്രുവരി മാസത്തെ റീഡിങ്. മൂന്നാമത്തെ ആള് ഫാരിസ് ആണ്. ഫാരിസിന്റെ വീട്ടിലെ ഫെബ്രുവരി മാസത്തെ റീഡിംഗ് 6970 ഏപ്രിൽ മാസത്തേത് 7340. 2 മാസത്തെ റീഡിംഗ് എങ്ങനെ കണ്ടുപിടിക്കാം? 7340 നിന്ന് 6970 കുറച്ചാൽ മതി. 0 നിന്ന് 0 കുറച്ചാൽ 0. പിന്നെ 4 നിന്ന് 7 കുറയ്ക്കാനായിട്ട് പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു? 3 നിന്ന് തൊട്ടടുത്ത് 4ലേക്ക് ഒന്ന് കടമെടുത്തു. അവിടെ 14 ആവും. 14 നിന്ന് 7 കുറച്ചാൽ എത്രയായി മക്കളെ? 7 തന്നെയാണല്ലേ. അപ്പോൾ ഈ 3ന്റെ സ്ഥാനത്തുള്ളത് 2 ആയിട്ടുണ്ടാവും. 2 നിന്ന് 9 കുറയ്ക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് 7 നിന്ന് 1 നമ്മൾ കടമെടുത്തു. അവിടെ 12 ആയി. 12 നിന്ന് 9 കുറച്ചാൽ 3. ഇനി അവസാനത്തെ ആള് മിന്നിയാണ്. മിന്നിയുടേത് വീട്ടിൽ ഫെബ്രുവരി മാസത്തെ റീഡിംഗ് തന്നിട്ടുണ്ട് 5870. ഏപ്രിൽ മാസത്തേത് തന്നിട്ടില്ല. പക്ഷേ 2 മാസത്തെ വൈദ്യുതി ഉപയോഗം തന്നിട്ടുണ്ട് 395. അപ്പം നമ്മൾ ഏപ്രിൽ മാസത്തേത് കാണാനായിട്ട് എന്ത് ചെയ്യണം? ഈ 5870 നിന്ന് 395 കുറയ്ക്കാനായിട്ട് പറ്റില്ല. കാരണം എന്താണ്? ഏറ്റവും വലിയ സംഖ്യ വരുന്നത് ഏപ്രിൽ മാസമായിരിക്കും. കാരണം ഫെബ്രുവരിയും ഏപ്രിലും ഫെബ്രുവരിയിലേക്ക് ഈ മാസത്തെ ഉപയോഗമായ ഈ 2 മാസത്തെ ഉപയോഗമായ 395 കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് ഏപ്രിൽ മാസത്തേത് കിട്ടേണ്ടത്. അതായത് നമ്മളിപ്പോൾ കഴിഞ്ഞ 3 പേരുടെ എഴുതിയതെല്ലാം അങ്ങനെയാണ്. ഫെബ്രുവരിയിലെ റീഡിങ്ങിനോട് 2 മാസത്തെ വൈദ്യുതി ഉപയോഗം കൂട്ടുമ്പോൾ നമുക്ക് ഏപ്രിൽ മാസത്തെ റീഡിങ് കിട്ടണം. അങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോൾ മിന്നിയുടേത് ഏപ്രിൽ മാസത്തെയാണ് കാണേണ്ടത്. അപ്പം അത് കാണാൻ 5870ലേക്ക് 395 കൂട്ടുകയാണ് വേണ്ടത്. 5870നെ 1000 കൂട്ടണം 800 കൂട്ടണം 70 എന്നെഴുതാം. 395നെ 300 കൂട്ടണം 90 കൂട്ടണം 5 എന്നെഴുതാം. 5000 കൂട്ടണം 800 കൂട്ടണം 300 1100 70 കൂട്ടണം 90 160 പിന്നെ 5 6265 ഉത്തരം. അതാണ് ഏപ്രിൽ മാസത്തെ റീഡിംഗ് വരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ താഴെ തന്നിട്ടുണ്ട്. നോക്കൂ. ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിച്ചത് ആരുടെ വീട്ടിലാണ്? അത് കാണാൻ എന്താ ചെയ്യേണ്ടത്? ഈ 2 മാസത്തെ വൈദ്യുതി ഉപയോഗം എന്നുള്ള കോളമില്ലേ, അതിൽ ഏറ്റവും വലിയ സംഖ്യ ആരുടേതാണെന്ന് നോക്കിയാൽ മതി. ചിപ്പിയുടെ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. 611 റീഡിങ്. പിന്നെ നിങ്ങളുടെ വീട്ടിലെ ഈ മാസത്തെ വൈദ്യുതി റീഡിംഗ് എത്രയാണ്? അത് നിങ്ങൾക്ക് നിങ്ങളുടെ മീറ്റർ ബോർഡിൽ നോക്കിയിട്ട് അച്ഛൻ്റെയോ അമ്മയുടെ സഹായത്തോട് കൂടിയിട്ട് കണ്ടുപിടിച്ച് എഴുതി കൊടുക്കാവുന്നതാണ് കേട്ടോ. സർക്കസ്. അച്ഛാ, നമുക്കിന്ന് സർക്കസ് കാണാൻ പോയാലോ? വൈകുന്നേരം പോകാം. സർക്കസിലേക്ക് കയറാനുള്ള ടിക്കറ്റ് നിരക്ക് നോക്കൂ. കുട്ടികൾക്ക് 90 രൂപ, മുതിർന്നവർക്ക് 180 രൂപ. കിച്ചുവും കുടുംബവും സർക്കസ് കൂടാരത്തിലെത്തി ടിക്കറ്റ് എടുത്തു. 4 പേരുടെ ടിക്കറ്റിന് എത്ര രൂപയായി? എത്ര രൂപയാകും മക്കളെ? അവർ 2 കുട്ടികളും പിന്നെ അച്ഛനും അമ്മയും അല്ലേ? അങ്ങനെയാണല്ലേ ഉള്ളത്. അപ്പോൾ ആദ്യം 2 മുതിർന്നവർക്കായിട്ട് 180 കൂട്ടണം 180, പിന്നെ 2 കുട്ടികളുടെ 90 കൂട്ടണം 90. 180 കൂട്ടണം 180 എത്രയാണ് മക്കളെ? 180നെ നമുക്ക് 100 കൂട്ടണം 80 എന്ന് 100 കൂട്ടണം 80 എന്ന് എഴുതാം. 100ഉം 200 80 80 160 200 160 360. 360ലേക്ക് 90 കൂട്ടിയാൽ എത്രയായി? 450. അതിലേക്കൊരു 90 കൂടെ കൂട്ടിയാൽ 540 രൂപയായി. 500 രൂപയുടെ 2 നോട്ട് കൗണ്ടറിൽ കൊടുത്തു. ബാക്കി എത്ര രൂപ കിട്ടി? 500 രൂപയുടെ 2 നോട്ട് എന്ന് പറയുമ്പോൾ 1000 രൂപയല്ലേ? അപ്പോൾ 1000 രൂപയാണ് കൊടുത്തത്. 540 രൂപയാണ് അവർക്ക് ആകെ ടിക്കറ്റിനായത്. ബാക്കി എത്ര രൂപ കിട്ടിയിട്ടുണ്ടായിരിക്കും? അത് കാണാൻ 1000ൽ നിന്ന് 540 നമ്മൾ കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. ആ കുറയ്ക്കുന്നത് പല രീതിക്ക് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ആദ്യത്തെ രീതി നോക്കൂ. 1000 കുറയ്ക്കണം 540. അതിന് എന്താ ചെയ്തിരിക്കുന്നത്? 540ലേക്ക് എത്ര കൂട്ടിയാലാണ് 1000 ആവുന്നത് എന്ന് നോക്കുകയാണ് ചെയ്തിരിക്കുന്നത്. 540ലേക്ക് 60 കൂട്ടിയാൽ 600, 600ലേക്ക് 400 കൂട്ടിയാൽ 1000. അപ്പോൾ 60 കൂട്ടണം 400, 460 ഉത്തരം. രണ്ടാമത്തെ രീതി എന്താണ്?
1000-ൽ നിന്ന് 1 കുറച്ചു, 540-ൽ നിന്നും 1 കുറച്ചു. 1000-ൽ നിന്ന് 1 കുറച്ചാൽ 999, 540-ൽ നിന്ന് 1 കുറച്ചാൽ 539. അത് രണ്ടും കൂടെ പരസ്പരം കുറച്ചു. 999 കുറയ്ക്കണം, 539, 460 ആണ്. മൂന്നാമത്തെ രീതി നോക്കൂ. 1000-ൽ നിന്ന് ആദ്യം 500 കുറച്ചു, അപ്പോൾ 500. പിന്നെ ആ 500-ൽ നിന്ന് 40 കുറച്ചു, അപ്പോൾ 460. പിന്നെ അതുപോലെ ഇവിടെ 2 കോളത്തിലായിട്ട് എഴുതിയിട്ടുണ്ട്. 1000-ൽ നിന്ന് 540 കുറയ്ക്കണം. അതിനെ മാറ്റി എഴുതുമ്പോൾ നമുക്ക് 0-ൽ നിന്ന് 0 കുറച്ചാൽ 0 ആണ്. പിന്നെ തൊട്ടടുത്തുള്ള 10കളിലെ 0-ൽ നിന്ന് നമുക്ക് 4 കുറയ്ക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിനപ്പുറത്തുള്ള 100-ൽ നിന്ന് നമുക്ക് കടമെടുക്കാൻ പറ്റില്ല. പകരം നമ്മൾ 1000-ൽ നിന്ന് ഒരു 1 10ലേക്ക് എടുത്തു. അപ്പോൾ ആദ്യം 100ലേക്ക് എടുക്കണം. 100-ൽ അപ്പോൾ ഈ 0 ഉള്ളിടത്ത് 10 ആവും. 10-ൽ നിന്ന് 1 നമ്മൾ 10ൻ്റെ സ്ഥാനത്തുള്ള 0ത്തിലേക്ക് എടുക്കുമ്പോൾ 100ൻ്റെ അവിടെ 9 ആവും, 10ൻ്റെ അവിടെ 10 ആവും. 10-ൽ നിന്ന് 4 കുറച്ചാൽ 6, പിന്നെ 9-ൽ നിന്ന് 5 കുറച്ചാൽ 4. അപ്പോൾ 460 ഉത്തരം. ഇങ്ങനെ പല രീതിക്ക് നമുക്കത് ചെയ്ത് നോക്കാവുന്നതാണ്. ഇങ്ങനെയും എഴുതാം. നോക്കൂ, നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ 1000-ൽ നിന്ന് 540 കുറയ്ക്കുന്ന രീതി മറ്റൊരു രീതിക്ക് നമുക്കിവിടെ തന്നിട്ടുണ്ട്. നോക്കൂ, 1000-ൽ നിന്ന് ആദ്യം 100 കുറയ്ക്കുന്നു, അപ്പോൾ 900. പിന്നെ 1000-ൽ നിന്ന് 500 കുറയ്ക്കുമ്പോൾ എത്രയാണ്? 500. 1000-ൽ നിന്ന് 250 കുറച്ചാൽ 750. 1000-ൽ നിന്ന് 820 കുറച്ചാൽ 180. 1000-ൽ നിന്ന് 990 കുറച്ചാൽ 10. നോട്ടുകൾ, നാണയങ്ങൾ. സർക്കസ് കാണാൻ പോയപ്പോൾ ബാക്കി കിട്ടിയ രൂപ നോട്ടുകളായും നാണയങ്ങളായും എഴുതുക. നോക്കൂ, നമുക്കിവിടെ 2 200-ൻ്റെ നോട്ടും ഒരു 50-ൻ്റെ നോട്ടും ഒരു 5-ൻ്റെ നോട്ടും 2 രൂപ നാണയങ്ങളും പിന്നെ ഒരു രൂപ നാണയമാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ സർക്കസ് കാണാൻ പോയപ്പോൾ അവർ കൊടുത്തത് എന്താണ്? 540 രൂപയാണ്. അതിലവർക്ക് 460 ബാക്കി കിട്ടി അല്ലേ. 1000 രൂപ കൊടുത്തു, 540 ആകെ ടിക്കറ്റിനായി, 460 ബാക്കി കിട്ടി. 1000 കുറയ്ക്കണം, 540 ചെയ്യുക, 460 ബാക്കി കിട്ടിയതെന്ന് വരും. അതുതന്നെയാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. നോക്കൂ, 200-ഉം 200-ഉം 400. 400-ലേക്ക് 50 കൂട്ടിയാൽ 450. 450-ലേക്ക് 5 കൂട്ടിയാൽ 455. അതിലേക്ക് 2 രൂപ 2 രൂപയും 1 രൂപയും 5 രൂപ കൂട്ടിയാൽ 460. ഇപ്പം എത്ര നോട്ടുകളുണ്ട്? 4 നോട്ടുകളും എത്ര നാണയങ്ങൾ? 3 നാണയങ്ങളുമാണ് ഉള്ളത്. 100 രൂപ നോട്ടുകളും 10 രൂപ നോട്ടുകളും മാത്രമായിരുന്നെങ്കിൽ എത്ര നോട്ടുകൾ കിട്ടുമായിരുന്നു? അതായത് 460-ൽ എത്ര 100-ഉം എത്ര 10 ഉണ്ടെന്ന് നോക്കിയാൽ മതി. 460-ൽ 4 100-ഉം 6 10-ഉം ആണുള്ളത്. അപ്പോൾ 4 100 രൂപ നോട്ടും 6 10 രൂപ നോട്ടും കിട്ടുമായിരുന്നു. ഈ തുക 10 നോട്ടുകളാക്കി കൊടുക്കാൻ ഏതൊക്കെ നോട്ടുകൾ എത്ര വീതം വേണം? അത് നമുക്ക് പല രീതിയിൽ എഴുതാം. ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം 10 നോട്ടുകളെ ആകെ പാടുള്ളൂ. അതുപോലെ കൂട്ടിയാൽ തുക 460 കിട്ടണം. ഇപ്പം നമ്മൾ തൊട്ട് മുൻപിൽ ചെയ്ത പോലെ 4 100-ഉം 6 10-ഉം ആയാൽ നമുക്ക് എന്തായി? 460 ആയി. അതുപോലെ തന്നെ 6 കൂട്ടണം 4, 10 നോട്ടുകളുമായി. അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. അതല്ലെങ്കിൽ 200 രൂപയുടെ ഒരു നോട്ട്, അപ്പോൾ എത്രയായി? 200. 100 രൂപയുടെ ഒരു നോട്ട്, അപ്പോൾ 200 കൂട്ടണം 100, 300 ആയി. 50 രൂപയുടെ 2 നോട്ടുകൾ, അപ്പോൾ എത്രയായി? 300-ഉം 100-ഉം 400 ആയി. പിന്നെ ബാക്കി 10 രൂപയുടെ 6 നോട്ടുകൾ, 460 ആയില്ലേ ആകെ. തുക 460 ആയി. നോട്ടുകളുടെ എണ്ണം 10 ആയി. സമ്പാദ്യം. ഇന്ന് കളിനോട്ടുകൾ കൊണ്ട് കളിച്ചാലോ? ഞാൻ റെഡി. കിച്ചുവും മിന്നിയും കളിനോട്ട് ഉപയോഗിച്ച് ബാങ്ക് കളിക്കുകയാണ്. പാസ്ബുക്കിൽ എഴുതിയ സംഖ്യകൾ നോക്കൂ. പേര് കിച്ചു, നിലവിലുള്ളത്, പിന്നെ പിൻവലിച്ചത്. നിലവിലുള്ള തുക 5484 പിൻവലിച്ച തുക 3295. കിച്ചുവിൻ്റെ സമ്പാദ്യത്തിൽ നിന്നും 3295 രൂപ പിൻവലിച്ചു. ബാക്കി എത്ര രൂപയുണ്ട്? അപ്പോൾ ബാക്കി കാണാനായിട്ട് 5484-ൽ നിന്നും നമ്മൾ 3295 കുറയ്ക്കണം. മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുറയ്ക്കാം. നമ്മൾ പഠിച്ച ഒരുപാട് രീതികളുണ്ട്. ഒന്നുകിൽ 5000-ന് 5000 400 കൂട്ടണം, 400 കൂട്ടണം, 80 കൂട്ടണം 4 എന്നുള്ള രീതിയിലും, 3295-നെ 3000 കൂട്ടണം, 200 കൂട്ടണം, 90 കൂട്ടണം 5 എന്നുള്ള രീതിയിലും ഒക്കെ എഴുതാം. എന്നിട്ട് അതിൽ നിന്ന് കുറയ്ക്കാം. അതല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്നത് പോലെ കുറച്ച് നോക്കാം. 5484 കുറയ്ക്കണം 3295. 4-ൽ നിന്ന് നമുക്ക് 5 കുറയ്ക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തൊട്ടടുത്ത 8-ൽ നിന്ന് നമ്മൾ 10 എങ്ങോട്ട് കടമെടുക്കുന്നു? 4-ലേക്ക് കടമെടുക്കുന്നു. അപ്പോൾ 4 14 ആയി. 14 കുറയ്ക്കണം 5 9 അപ്പോൾ 8 ഉള്ളത് എന്തായിട്ടുണ്ട്? 7 ആയിട്ടുണ്ട് അല്ലേ. 7-ൽ നിന്ന് നമുക്ക് 9 കുറയ്ക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ 4-ൽ നിന്ന് തൊട്ടപ്പുറത്തുള്ള 4-ൽ നിന്ന് 1 7-ലേക്ക് കടമെടുക്കുന്നു. 7 17 ആയി. 17-ൽ നിന്ന് 9 കുറയ്ക്കാം. 17-ൽ നിന്ന് 9 കുറയ്ക്കുമ്പോൾ ഉത്തരം 8 ആണ്. പിന്നെ 4-ൽ നിന്ന്
2 കുറയ്ക്കണം. അപ്പോൾ 4 ഉള്ളത് എന്തായിട്ടുണ്ട് അവിടെ? 3 ആയിട്ടുണ്ട് അല്ലേ? അപ്പോൾ 3-ൽ നിന്ന് 2 കുറച്ചാൽ 1 ആണ്. 5-ൽ നിന്ന് 3 കുറച്ചാൽ 2 ആണ്. അപ്പോൾ ഉത്തരം വരുന്നത് 2189 രൂപയാണ്. നിങ്ങൾക്ക് കുറച്ച് രീതികൾ ഇവിടെ തന്നിട്ടുണ്ട്. അത് തന്നെ നോക്കൂ. രീതി 1, 5484 കുറയ്ക്കണം 3195 ചെയ്യേണ്ടത്. ആദ്യം 5000-ൽ നിന്ന് 3000 കുറയ്ക്കുന്നു, അപ്പോൾ 2000. ഇനി ബാക്കിയുള്ള 484-ൽ നിന്ന് 295 കുറയ്ക്കേണ്ടത്. 484-ൽ നിന്ന് 300 കുറച്ചാൽ നമുക്കറിയാം 184 അപ്പോൾ 295 ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 184-ലേക്ക് ഒരു 5 കൂടെ കൂട്ടിയാൽ മതി അല്ലേ? അപ്പോൾ 189. 2000 കൂട്ടണം 189 സമം 2189. മിന്നിയുടെ പാസ്ബുക്ക് നോക്കി അക്കൗണ്ടിൽ ബാക്കിയുള്ള തുക കണക്കാക്കൂ. നിലവിലുള്ള തുക 4971 പിൻവലിച്ച തുക 2784. അപ്പം മിന്നിയുടെ സമ്പാദ്യത്തിൽ നിന്നും 2784 രൂപ പിൻവലിച്ചെങ്കിൽ ബാക്കിയുള്ള രൂപ എത്ര? 4971 കുറയ്ക്കണം 2784 ചെയ്താൽ മതി. 1-ൽ നിന്ന് നമുക്ക് 4 കുറയ്ക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് 7-ൽ നിന്ന് നമ്മൾ 1 കടമെടുക്കുന്നു. അപ്പോൾ അവിടെ 11 ആയി. 7 ഉള്ളത് 6 ആയി അല്ലേ? 11 കുറയ്ക്കണം 4 ചെയ്യാമല്ലോ. 11 കുറയ്ക്കണം 4 7 ആണ്. പിന്നെ 6-ൽ നിന്ന് നമുക്ക് 8 കുറയ്ക്കാൻ കഴിയില്ല. അതുകൊണ്ട് 9-ൽ നിന്ന് 1 നമ്മൾ 6-ലേക്ക് കടമെടുക്കുന്നു. അപ്പോൾ അവിടെ 16 ആയി. 16-ൽ നിന്ന് 8 കുറച്ചാൽ 8 തന്നെയാണ്. 9 ഉള്ളത് എന്തായിട്ടുണ്ട്? 8 ആയിട്ടുണ്ട്. 8-ൽ നിന്ന് 7 കുറച്ചാൽ 1, 4-ൽ നിന്ന് 2 കുറച്ചാൽ 2. അപ്പോൾ ഉത്തരം 2187 രൂപയാണ്. പസിൽ കോർണർ. സംഖ്യ എന്താണ്? ഒരു 4 അക്ക സംഖ്യയോട് 6349 കൂട്ടിയപ്പോൾ 8778 കിട്ടി. സംഖ്യ എന്താണ്? വളരെ എളുപ്പമാണ്. അത് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? 8778-ൽ നിന്ന് ഈ 6349 കുറച്ചാൽ മതി. 8-ൽ നിന്ന് നമുക്ക് 9 കുറയ്ക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ 7-ൽ നിന്ന് 1 8-ലേക്ക് കടമെടുക്കുന്നു. കടമെടുക്കുമ്പോൾ അവിടെ 18 ആയി. 18-ൽ നിന്ന് നമുക്ക് 9 കുറയ്ക്കാം അല്ലേ? 18-ൽ നിന്ന് 9 കുറച്ചാൽ 9 തന്നെയാണ്. അപ്പോൾ 7 ഉള്ളത് എന്തായിട്ടുണ്ട്? 6 ആയിട്ടുണ്ട്. 6-ൽ നിന്ന് 4 കുറച്ചാൽ 2 ആണ്. 7-ൽ നിന്ന് 3 കുറച്ചാൽ 4 ആണ്. 8-ൽ നിന്ന് 6 കുറച്ചാൽ 2 ആണ്. അപ്പോൾ ഉത്തരം 2429 ആണ്. കച്ചവടക്കളി. പിറ്റേ ദിവസം കൂട്ടുകാർ ആൽമര ചുവട്ടിൽ കടയൊരുക്കി. പിൻവലിച്ച തുകയുമായി മിന്നിയും കിച്ചുവും കടയിലെത്തി. ഷൂസിന് 800 രൂപ, ബാറ്റ് 1400 രൂപ, സൈക്കിൾ 8999 രൂപ, ഫുട്ബോൾ 950 രൂപ, ബാഗ് 950 രൂപ, കുട 420 രൂപ, മൊബൈൽ ഫോൺ 2500 രൂപ. കിച്ചു കടയിൽ നിന്നും വാങ്ങിയത് ഷൂസും ഫുട്ബോളും ബാഗുമാണ്. മിന്നി കടയിൽ നിന്ന് വാങ്ങിയത് ബാറ്റും കുടയുമാണ്. സാധനം വാങ്ങിയ ശേഷം കിച്ചുവിൻ്റെ കയ്യിൽ എത്ര രൂപ ബാക്കിയുണ്ട്? മിന്നിയുടെ കയ്യിലോ? അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? കിച്ചുവിൻ്റെയും മിന്നുവിൻ്റെയും കയ്യിൽ ആകെ ഉണ്ടായിരുന്ന തുക എത്രയായിരുന്നു എന്ന് ആദ്യം എഴുതണം. പിന്നെ ഈ അവർ വാങ്ങിയ ഓരോ സാധനങ്ങൾക്കും കൂടെ ആകെ എത്ര തുകയായി എന്ന് എഴുതണം. എന്നിട്ട് അവരുടെ കയ്യിലുള്ള പണത്തിൽ നിന്ന് ഈ തുക കുറച്ച് ആകെ എത്ര ബാക്കിയുണ്ടെന്ന് കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് കിച്ചുവിൻ്റേത് നോക്കാം. കിച്ചു പിൻവലിച്ച തുക 3295 രൂപയാണ്. ഷൂസിനും ഫുട്ബോളിനും ബാഗിനും കൂടെ എത്രയായി എന്ന് നോക്കാം. ഷൂസിന് 800 രൂപയാണ്, ഫുട്ബോളിന് 950 രൂപ, ബാഗിന് 950 രൂപ. മൂന്നിനും കൂടെ ആകെ ചിലവായത് 800 കൂട്ടണം 950 കൂട്ടണം 950. ഓരോന്നോരോന്നായി നമുക്ക് കൂട്ടി നോക്കാം. 800-ലേക്ക് 950-നെ നമുക്ക് 900 കൂട്ടണം 50 എന്ന് എഴുതാം. മറ്റ് 950-നെയും 900 കൂട്ടണം 50 എന്ന് എഴുതാം. 800 കൂട്ടണം 900 1700 ആണ്. 1700 കൂട്ടണം 900 2600 ആണ്. 2600 കൂട്ടണം 50 കൂട്ടണം 50 100 ആണ്. അപ്പോൾ 2600 കൂട്ടണം 100 2700 ആണ്. ഇനി ബാക്കി എന്താണ്? ബാക്കി കയ്യിലുള്ള തുക എത്രയാണ്? ഈ 3295-ൽ നിന്ന് 2700 കുറച്ചാൽ മതി. 5-ൽ നിന്ന് 0 കുറച്ചാൽ 5, 9-ൽ നിന്ന് 0 കുറച്ചാൽ 9, 2-ൽ നിന്ന് 7 കുറയ്ക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നമുക്ക് 3-ൽ നിന്ന് ഒന്ന് കടമെടുക്കാം. അപ്പോൾ 12 ആയി. 12-ൽ നിന്ന് 7 കുറച്ചാൽ 5, പിന്നെ 3 ഉള്ളത് എന്തായിട്ടുണ്ട്? 2 ആയിട്ടുണ്ട്. 2-ൽ നിന്ന് 2 കുറച്ചാൽ 0. അപ്പോൾ ആകെ 595 രൂപയാണ് ബാക്കിയുള്ളത്. ഇനി നമുക്ക് മിന്നിയുടേത് നോക്കാം. മിന്നി വാങ്ങിയത് ഒരു ബാറ്റും കുടയുമാണ്. മിന്നി പിൻവലിച്ച തുക 2784 ആയിരുന്നു. ബാറ്റിൻ്റെ വില 1400 രൂപയാണ്. കുടയുടെ വില 420 രൂപയാണ്.
ബാറ്റിനും കുടയ്ക്കും കൂടെ ആകെ ചിലവായ തുക എന്ന് പറയുന്നത് 1400 കൂട്ടണം 420 1400 നമുക്ക് 1000 കൂട്ടണം 400 എന്നും 420 400 കൂട്ടണം 20 എന്ന് എഴുതാം. 1000 കൂട്ടണം 400 കൂട്ടണം 400 800 20 1820 രൂപയാണ് ആകെ ചിലവായത്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് എത്രയാണ്? 2784 കുറയ്ക്കണം 1820 ചെയ്യണം. 4ൽ നിന്ന് 0 പോയാൽ 4, 8ൽ നിന്ന് 2 കുറച്ചാൽ 6, 7ൽ നിന്ന് 8 കുറയ്ക്കാനായിട്ട് കഴിയില്ല. അപ്പം നമ്മൾ 2ൽ നിന്ന് തൊട്ടപ്പുറത്തുള്ള 2ൽ നിന്ന് 1 കടമെടുക്കുന്നു. 17ൽ നിന്ന് 8 കുറച്ചാൽ 9, പിന്നെ 2ൽ നിന്ന് 2 ഉള്ളത് 1 ആയിട്ടുണ്ട്. 1ൽ നിന്ന് 1 കുറച്ചാൽ 0. അപ്പം ആകെ 964 രൂപയാണ് മിന്നിയുടെ കയ്യിൽ ബാക്കിയുള്ളത്. ജീനയ്ക്ക് സൈക്കിൾ വാങ്ങണം. ജീനയുടെ കയ്യിൽ 4275 രൂപയുണ്ട്. ഇനി എത്ര രൂപ കൂടി വേണം? സൈക്കിളിൻ്റെ വില 8999 രൂപയാണ്. അപ്പോൾ ആകെ കയ്യിലുള്ളത് 4275 രൂപയാണ്. ഇനി ബാക്കി വേണ്ട വില എത്രയാണ്? 8999 നിന്ന് 4275 കുറച്ച് നോക്കുക. 9ൽ നിന്ന് 5 കുറച്ചാൽ 4, 9ൽ നിന്ന് 7 കുറച്ചാൽ 2, 9ൽ നിന്ന് 2 കുറച്ചാൽ 7, 8ൽ നിന്ന് 4 കുറച്ചാൽ 4. അപ്പോൾ 4724 രൂപയാണ് ഇനി വേണ്ടത്. ഇനി നമുക്ക് ഇതിലെ തുടർ പ്രവർത്തനങ്ങൾ നോക്കാം. ചോദ്യം 1, അടുത്ത 3 സംഖ്യകൾ എഴുതൂ. ഓരോ പാറ്റേണുകളാണ് തന്നിട്ടുള്ളത്. 6772, 6572, 6372. ഇവിടെ 200 വീതം കുറഞ്ഞാണ് വരുന്നത്. അതായത് 6772ൽ നിന്ന് 200 കുറച്ചാൽ 6572, 6572ൽ നിന്ന് 200 കുറച്ചാൽ 6322. അപ്പം അടുത്ത സംഖ്യ കാണാൻ 6372ൽ നിന്ന് 200 കുറയ്ക്കണം. അങ്ങനെ കുറയ്ക്കുമ്പോൾ നമുക്ക് 6172 എന്ന് കിട്ടും. പിന്നെ 6172ൽ നിന്ന് 200 കുറയ്ക്കുക. അപ്പോൾ സംഖ്യ 5972. പിന്നെ 5972ൽ നിന്ന് 200 കുറയ്ക്കുക, 5772. ഇങ്ങനെയാണ് ഉത്തരം വരുന്നത്. രണ്ടാമത്തെ പാറ്റേൺ നോക്കൂ. 2365, 2254, 2143. ഇവിടെ എത്ര വീതമാണ് കുറഞ്ഞു വരുന്നത് എന്ന് കാണാനായിട്ട് 2365ൽ നിന്ന് 2254 കുറച്ച് നോക്കണം. അങ്ങനെ കുറയ്ക്കുമ്പോൾ 111 വീതമാണ് കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാം. അപ്പം അടുത്ത സംഖ്യ കിട്ടാൻ 2143ൽ നിന്ന് 111 കുറയ്ക്കുക. 2032 എന്നാണ് അടുത്ത സംഖ്യ വരുന്നത്. പിന്നെ അതിൽ നിന്ന് 111 കുറയ്ക്കുക. അപ്പോൾ 1921 എന്ന് വരും. പിന്നെ അടുത്ത സംഖ്യ കിട്ടാൻ 1921ൽ നിന്ന് 111 കുറയ്ക്കുക. അപ്പോൾ 1810 എന്ന് വരും. ഇനി മൂന്നാമത്തെ പാറ്റേൺ നോക്കൂ. 5368, 5438, 5508. ഇവിടെ പാറ്റേണിലെ സംഖ്യ കൂടിയാണല്ലേ വരുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം കാണാൻ വലിയ സംഖ്യയിൽ നിന്ന് തൊട്ടപ്പുറത്തുള്ള ചെറിയ സംഖ്യ കുറയ്ക്കുക. അതായത് 5438ൽ നിന്ന് 5368 കുറക്കാം. അപ്പോൾ 70 എന്നാണ് വരുന്നത്. പിന്നെ അതുപോലെ 5508ൽ നിന്ന് 5438 കുറയ്ക്കുമ്പോഴും 70 എന്നാണ് വരുന്നത്. അപ്പോൾ ഇനി അടുത്ത 3 സംഖ്യകൾ കിട്ടാൻ 70 കൂട്ടി പോകണം. 5508ൽ നിന്ന് 5508ലേക്ക് 70 കൂട്ടുക. അപ്പോൾ 5578 എന്ന് കിട്ടും. അതാണ് അടുത്ത സംഖ്യ വരുന്നത്. പിന്നെ അതിലേക്ക് 70 കൂട്ടുക. അപ്പോൾ 5648 എന്ന് കിട്ടും. അതാണ് അടുത്തത് വരിക. പിന്നെ 5648ലേക്ക് 70 കൂട്ടാം. അപ്പോൾ 5718 എന്ന് വരും. ഇങ്ങനെയാണ് ഈ പാറ്റേൺ പൂരിപ്പിച്ചു കൊടുക്കുക. ചോദ്യം 2, കിച്ചുവിൻ്റെ വീട്ടിൽ ഒരു മാസത്തെ പലചരക്ക് വാങ്ങിയപ്പോൾ 5372 രൂപയായി. കയ്യിലുള്ള 3685 രൂപ കൊടുത്തു. ബാക്കി തുക UPI വഴിയാണ് കൊടുത്തത്. ഈ തുക എത്രയാണ്? അപ്പോൾ പലചരക്ക് കടയിൽ ആകെ ചിലവായ തുക 5372 ആണ്. കയ്യിൽ കൊടുത്ത തുക 3685 ആണ്. ബാക്കി തുക, അതായത് UPI വഴി കൊടുത്ത തുക എത്രയായിരിക്കും? 5372 കുറയ്ക്കണം 3685 ചെയ്താൽ മതി. 2ൽ നിന്ന് 5 കുറയ്ക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ നമ്മൾ 7ൽ നിന്ന് തൊട്ടപ്പുറത്ത് ഉള്ള 2ലേക്ക് 1 കടമെടുത്തു. അപ്പോൾ ഇവിടെ 12 ആയി. 12ൽ നിന്ന് 5 കുറച്ചാൽ 7. അപ്പോൾ 7 6 ആയിട്ടുണ്ടല്ലേ. 6ൽ നിന്ന് 8 കുറയ്ക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ തൊട്ടപ്പുറത്തുള്ള 3ൽ നിന്ന് 1 കടമെടുത്തു. അപ്പോൾ 16 ആയി. 16ൽ നിന്ന് 8 കുറയ്ക്കുമ്പോൾ 8. 3 2 ആയിട്ടുണ്ട്. 2ൽ നിന്ന് നമുക്ക് 6 കുറയ്ക്കാം. പക്ഷേ 6 കുറയ്ക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് 5ൽ നിന്ന് 1 കടമെടുത്തു. അപ്പോൾ ഇവിടെ 2 12 ആയി. പിന്നെ 12ൽ നിന്ന് 6 കുറച്ചാൽ 6. ബാക്കി 4 4ൽ നിന്ന് 3 കുറച്ചാൽ 1. അപ്പോൾ ഉത്തരം 1687 ആണ്. അപ്പോൾ UPI വഴി കൊടുത്ത തുക 1687 രൂപയാണ്.
ചോദ്യം 3. 8000-ഉം 2710-ഉം 5-1 ചേർന്ന സംഖ്യയിൽ നിന്നും 43-100-ഉം 5710-ഉം ചേർന്ന സംഖ്യ കുറയ്ക്കുക. എളുപ്പമാണ് അല്ലേ മക്കളെ? ചോദ്യം കാണുമ്പോൾ കിട്ടില്ല എന്ന് തോന്നും, പക്ഷേ എളുപ്പമാണ്. നോക്കൂ, 8000 എന്ന് പറയുമ്പോൾ 8000, 8000. 2710 എന്ന് പറയുമ്പോൾ 27 ഗുണിക്കണം 10 270 കൂട്ടണം 5. അപ്പോൾ 8000 കൂട്ടണം 270 കൂട്ടണം 5, 8275. അതിൽ നിന്ന് കുറയ്ക്കേണ്ട സംഖ്യ എന്താണ്? 4100-ഉം 5710-ഉം ചേർന്ന സംഖ്യ. 4100 എന്ന് പറയുമ്പോൾ 43 ഗുണിക്കണം 100 4300. 5710 എന്ന് പറയുമ്പോൾ 570. 57 ഗുണിക്കണം 10 570. അപ്പോൾ സംഖ്യ 4300 കൂട്ടണം 570 ആണ്. അതായത് 4870. ഇനി ഈ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം കാണാൻ എളുപ്പമല്ലേ? അതായത് 8275-ൽ നിന്ന് 4870 കുറയ്ക്കണം. 5-ൽ നിന്ന് 0 കുറച്ചാൽ 5, 7-ൽ നിന്ന് 7 കുറച്ചാൽ 0, 2-ൽ നിന്ന് 8 കുറയ്ക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തൊട്ടപ്പുറത്തുള്ള 8-ൽ നിന്ന് 1 കടമെടുക്കുന്നു. അവിടെ 12 ആയി. 12-ൽ നിന്ന് 8 കുറച്ചാൽ 4, 7 ആയി. 8-ഉള്ളിടത്ത് 7 ആയി. 7-ൽ നിന്ന് 4 കുറച്ചാൽ 3. അപ്പോൾ വ്യത്യാസം 3405 ആണ്. ചോദ്യം 4. നിങ്ങളുടെ കയ്യിൽ 18 മുത്തുകളുണ്ട്. ഇവ ഉപയോഗിച്ച് അബാക്കസിൽ ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ നാലക്ക സംഖ്യയും ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയും എഴുതുക. ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? എളുപ്പമാണ് അല്ലേ മക്കളെ? ഇതുപോലെയുള്ള ഒരു മോഡൽ ചോദ്യം നമ്മൾ നേരത്തെയും ചെയ്തിട്ടുണ്ട്. അതേ രീതിക്ക് തന്നെ ചെയ്യാം. 18 മുത്തുകളാണുള്ളത്. നമ്മൾ അന്ന് ചെയ്തത് 13 മുത്തുകളായിരുന്നു. അപ്പോൾ 18 മുത്തുകളുണ്ട്. 18 മുത്തുകൾ ഉപയോഗിച്ചുണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നാലക്ക സംഖ്യയാണ്. അപ്പോൾ നാലക്ക സംഖ്യ ആകുമ്പോൾ മാക്സിമം നമുക്ക് 1000-ൻ്റെ സ്ഥാനത്തുള്ള കമ്പിൽ എത്ര എണ്ണം ഇടാം? 9 എണ്ണം ഇട്ട് കൊടുക്കാം. ഇനി 18 മുത്തുകളിൽ ബാക്കി ഒരു 9 മുത്തുകൾ കൂടെയുണ്ട്. ഈ 9 മുത്തുകൾ മുഴുവൻ നമുക്ക് 100-ൻ്റെ സ്ഥാനത്തുള്ള കമ്പിൽ വരച്ചു കൊടുക്കാം. അപ്പോൾ 9 9. ഇനി ബാക്കി മുത്തുകളൊന്നുമില്ല. അപ്പോൾ സംഖ്യ 9900 ആണ്. അതാണ് ഏറ്റവും വലിയ സംഖ്യ. ഇനി ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? അതിനായിട്ട് ആദ്യം നമുക്ക് 1000-ൻ്റെ സ്ഥാനത്ത് ഒരു മുത്ത് വയ്ക്കാം. കാരണം 1000 തുടങ്ങുന്നതാണല്ലോ ചെറിയ നാലക്ക സംഖ്യ ആവുക. അപ്പോൾ 1000-ൻ്റെ സ്ഥാനത്ത് ഒരു മുത്ത് വെച്ചു. പിന്നെ ബാക്കി 17 മുത്തുകളുണ്ട്. അതിൽ 9 മുത്തുകൾ ഞാൻ 1-ൻ്റെ സ്ഥാനത്ത് വെച്ചു. അപ്പോൾ 1 കൂട്ടണം 9, 10 മുത്തുകൾ അങ്ങനെ കഴിഞ്ഞു. ഇനി ബാക്കി 8 മുത്തുകളുണ്ട്. ഈ 8 മുത്തുകൾ നമ്മൾ 100-ൻ്റെയും 10-ൻ്റെയും കമ്പുകളിലായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ബാക്കി ഇനി 8 മുത്തുകളാണുള്ളത്. 10 മുത്തുകൾ ഓൾറെഡി ആയി. 8 മുത്തുകളുണ്ട്. ഈ 8 മുത്തുകളും ഞാൻ 10-ൻ്റെ സ്ഥാനത്ത് ഇട്ട് കൊടുത്തു. അപ്പോൾ സംഖ്യ എത്രയാണ്? 1089 സംഖ്യ. ഇതാണ് ഏറ്റവും ചെറിയ സംഖ്യ. അപ്പോൾ വലിയ സംഖ്യ 9900-ഉം ചെറിയ സംഖ്യ 1089-ഉമാണ്. ഇത് രണ്ടും കുറച്ച് നോക്കണം. ആദ്യം നമുക്ക് 0-ൽ നിന്ന് 9 കുറയ്ക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ തൊട്ടപ്പുറത്ത് നിന്ന് കടമെടുക്കാൻ നോക്കിയാൽ അവിടെയും 0-ആണ്. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള 9-ൽ നിന്ന് കടമെടുത്തു. 9-ൽ നിന്ന് ആദ്യം നമ്മൾ ഈ 0-ലേക്ക് 1 കൊടുക്കണം. അപ്പോൾ ഇവിടെ 10 ഈ 9 ഉള്ളിടത്ത് 8 10-ൽ നിന്ന് 1 തൊട്ടപ്പുറത്തുള്ള 0-ലേക്ക് കൊടുക്കാം. അപ്പോൾ അവിടെ 10 ഇവിടെ 9 കേട്ടോ. 10-ൽ നിന്ന് 9 കുറച്ചാൽ 1, 9-ൽ നിന്ന് 8 കുറച്ചാൽ 1, പിന്നെ 9 ഉള്ള ഇവിടെ എത്ര ആയിട്ടുണ്ട്? 8 ആയിട്ടുണ്ട്. അപ്പോൾ 8 ഇറക്കി എഴുതാം. 8-ൽ നിന്ന് 0 കുറച്ചാൽ 8, പിന്നെ 9-ൽ നിന്ന് 1 കുറച്ചാൽ 8. അപ്പോൾ സംഖ്യ വ്യത്യാസം 8811 അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാട്ടോ മക്കളെ നിങ്ങൾക്ക് ഈ പാഠഭാഗത്ത് ചെയ്യാനായിട്ടുള്ളത്. പാഠഭാഗവും അതിൽ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്